127 യാത്രക്കാരുമായി 2014 മാർച്ച് 8 കാണാതായ മലേഷ്യൻ എയർലൈൻസിന്റെ MH370 വിമാനം വീണ്ടും തിരച്ചിൽ നടത്തിയാൽ കണ്ടെത്താനാകുമെന്ന് അവകാശപ്പെട്ട് വ്യോമയാന വിദഗ്ധർ രംഗത്ത്. 9 വർഷം മുൻപ് കാണാതായ മലേഷ്യൻ വിമാനം 10 ദിവസത്തെ തിരച്ചിലിൽ കണ്ടെത്താനാകുമെന്ന് എയർസ്പേസ് വിദഗ്ധൻ ജീൻ ലൂക്ക് മർച്ചന്റും പൈലറ്റ് പാട്രിക് ബെല്ലിയുമാണ് അവകാശപ്പെട്ടത്. ലണ്ടനിലെ റോയൽ എയറോനോട്ടിക്കൽ സൊസൈറ്റിയിൽ നടന്ന പ്രഭാഷണത്തിനിടെയാണ് വിമാനത്തിനായി പുതിയ തെരച്ചിൽ നടത്താൻ ഇവർ ആവശ്യമുന്നയിച്ചത്. MH370യുടെ അവശിഷ്ടങ്ങൾക്കായി പുതിയ തിരച്ചിൽ ആരംഭിക്കാൻ ഇരുവരും മലേഷ്യൻ സർക്കാരിനോടും ഓസ്ട്രേലിയൻ ട്രാൻസ്പോർട്ട് സേഫ്റ്റി അതോറിറ്റിയോടും ആവശ്യപ്പെട്ടു. വിമാനം ഹൈജാക്ക് ചെയ്ത് ആഴക്കടലിൽ പതിച്ചതാണെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് തിരച്ചിൽ ആവശ്യമാണെന്ന് മാർച്ചന്റും പാട്രിക് ബെല്ലിയും കൂട്ടിച്ചേർത്തു. വിമാനത്തിന്റെ ട്രാൻസ്പോണ്ടർ ആരോ മനഃപൂർവ്വം ഓഫാക്കിയെന്നും ദിശയിലുണ്ടായ മാറ്റം ഓട്ടോ പൈലറ്റ് കാരണമല്ലെന്നും ഇരുവരും പറയുന്നു. 227 യാത്രക്കാരും 12 ജീവനക്കാരുമായി തെക്കൻ മലേഷ്യയിലെ ക്വാലാലംപൂർ വിമാനത്താവളത്തിൽ നിന്ന് ചൈനയിലെ ബെയ്ജിംഗിലേക്കുള്ള യാത്രാമധ്യേയാണ് 2014 മാർച്ചിൽ MH370 വിമാനം അപ്രത്യക്ഷമാകുന്നത്. തുടർന്ന് വിമാനത്തിനായി വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താനായില്ല. കാണാതായ വിമാനത്തിന്റെ വലിയൊരു ഭാഗം കണ്ടെത്തിയെന്ന് അവകാശപ്പെട്ട് ഓസ്ട്രേലിയയിലെ ഒരു മത്സ്യത്തൊഴിലാളി രംഗത്തെത്തിയിരുന്നുവെങ്കിലും അധികൃതർ അത് അവഗണിച്ചു. തിരച്ചിൽ പൂർത്തിയാക്കാനായി ഓസ്ട്രേലിയൻ ട്രാൻസ്പോർട്ട് സേഫ്റ്റി അതോറിറ്റിയുമായും മലേഷ്യൻ സർക്കാരുമായും സമുദ്ര പര്യവേഷണ സ്ഥാപനമായ ഓഷ്യൻ ഇൻഫിനിറ്റിയുമായും ഗവേഷണ സംഘം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഗവേഷണത്തിന്റെ ഭാഗമാകാൻ ഓഷ്യൻ ഇൻഫിനിറ്റി താൽപര്യവും പ്രകടിപ്പിച്ചു. പറക്കലിനിടെ അപ്രത്യക്ഷമായ MH370ക്ക് പിന്നിലെ കാരണം ഇന്നും ദുരൂഹമായാണ് തുടരുന്നത്. തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും ദ്വീപസമൂഹ നിവാസികൾ പിടിച്ചെടുത്തതോ ആകാമെന്നൊക്കെ നിഗമനങ്ങൾ വന്നിരുന്നു. വിമാനത്തിന്റെ പൈലറ്റിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അടിസ്ഥാനമാക്കിയും അന്വേഷണങ്ങൾ നടന്നതാണ്. എങ്കിലും മതിയായ തെളിവുകൾ ലഭിച്ചില്ല. എന്തായാലും ആളില്ലാ സാങ്കേതിക വിദ്യയായ സബ്നോട്ടിക്കൽ സെർച്ച് ടെക്നോളജി ഉപയോഗിച്ചാവും ഓഷ്യൻ ഇൻഫിനിറ്റി ഇനി തിരച്ചിൽ നടത്തുക. ആരുടെയും ശ്രദ്ധ ആകർഷിക്കാത്ത ഏതെങ്കിലും പ്രദേശത്താവും വിമാനം ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് കരുതുന്നത്. അതിനാൽ കൂടുതലും അത്തരം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്താൻ പദ്ധതിയിടുന്നത്.